ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു അൽഫാം ചിക്കനും അതുപോലെ തന്നെ റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ വീതം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഒരു ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം എടുക്കുന്നത്. പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ജീരകം ഇല്ലേ, അത് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ഗ്രാമ്പു എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ, ഞാനിപ്പോൾ ഒരു 4 ചെറിയ പീസ് ലെഗ് പീസും പിന്നെ ഒരു ചെറിയ ഒരു പീസും, അങ്ങനെ ഒരു അര കിലോനേ വരുള്ളൂ. അതിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ 2-3 ഏലക്കായും 1 ടീസ്പൂൺ പെരുംജീരകവും ഒരു പീസ് കറാമ്പട്ടയും പിന്നെ ഒരു ബേ ലീഫും 2 വറ്റൽമുളകും, ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഈ ഒരു ബേ ലീഫ് ഞാൻ അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ആ ഒരു ഗരം മസാലയിലേക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് സവാള, ഒരു പീസ് തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ്. എൻ്റെ അടുത്ത് അതില്ലാത്ത കാരണം ഞാൻ അതിൻ്റെ ഒരു പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക, ഒരു പേസ്റ്റ് പോലെ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനെഗർ ഒഴിക്കുക, അതെടുക്കുന്നുണ്ട് കുരു മാറ്റിയിട്ട്. പിന്നെ അതിലേക്ക് ഈ ഒരു നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കട്ടയൊന്നും കെട്ടാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സായതിന് ശേഷം മാത്രം നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മൊത്തം ചേർക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒരു നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് ലൂസായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് അധികം എന്താ പറയുക, കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല, എന്നാലേ ആ ഒരു ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ വീതം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ നോർമൽ ഗരം മസാല ഇല്ലേ, ബിരിയാണിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും 1-2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഇതെന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഉള്ളതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി വെക്കാൻ. കാരണം ഇത് ഓവറാവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു വീഡിയോയിൽ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 2-3 ഡ്രോപ്പ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് കളറ്. അത് ഓപ്ഷണലാണ്. നിങ്ങൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം കളറ് വരും. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനിപ്പം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ മുന്നേ ചിക്കൻ നിങ്ങളുടെ കയ്യിൽ ഏത് പീസാണോ ഉള്ളത് അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയിട്ട് നല്ലൊരു സോഫ്റ്റാക്കി എടുക്കണം. പിന്നെ നല്ലതായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതെല്ലാ ഭാഗത്തുനിന്നും വരഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ പീസും. എന്നിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കാരണം ചിക്കൻ്റെ പീസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേവി നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതല്ലേ, അതങ്ങനെ മസാല കിടക്കും, കഴിക്കുമ്പോഴും വലിയ ടേസ്റ്റ് കാണൂല.
അപ്പോൾ എല്ലാ പീസും ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മിക്സിലേക്ക് ഞാനിപ്പോൾ ചിക്കനെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചിക്കനിലെ എല്ലാ പീസിലും പിടിക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. മാത്രമല്ല ഇത് ഒരു ഓവർനൈറ്റെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 to 4 hours എങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇതുപോലെ ചെയ്ത ഉടനെ നിങ്ങൾ ഓവനിലോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലോ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അതിൻ്റെ ആ ഒരു മസാല ഒന്നും അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എരിവും പുളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മസാല തേച്ചിട്ട് ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അടുത്ത ദിവസമാണ് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഓവനിൽ വയ്ക്കുന്നതാണ്. ഓവൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രിൽ മോഡ് ഓപ്ഷനാണ്. പിന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ആദ്യം ചൂടാക്കി വെക്കുക. ഓവൺ ചൂടായതിന് ശേഷം മാത്രം ഈ ഒരു ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 50 to 60 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഒരു ചിക്കൻ നന്നായിട്ട് കുക്കാവുന്നത് വരെ എന്തായാലും ഓരോ ഓവണും ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്തൊന്ന് നോക്കിയിട്ട് മാത്രം കുക്കായിട്ടുണ്ടോ നോക്കിയിട്ട് മാത്രം പിന്നെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു 50 മിനിറ്റ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഓവനിൽ വെച്ചതിന് ശേഷം ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സ് ആകുന്ന സമയത്ത് ഒരു സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്താലും മതി കേട്ടോ. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു കറക്റ്റ് ടൈമിൽ ചെയ്തെടുത്താലും മതി. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ എത്രയോ ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സോസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി അടുത്ത് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസാണ്. അതും ചേർത്ത് കൊടുക്കേണ്ടത്. സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ നിറച്ചും ചില്ലി ഫ്ലേക്സ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എനിക്കിവിടെ ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അത്രേ എടുക്കുന്നുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യുന്നത് വിട്ടുപോയി. ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഒരു ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനെഗറോ കൂടെ ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് കുക്കാകുന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ ഇപ്പം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിലാണ്, അതായത് ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സേ ബാക്കിയുള്ളൂ 50 മിനിറ്റ്സ് വെച്ചതിൽ. ഈ ഒരു ടൈമിലാണ് ഞാനിപ്പം ആ ഒരു സോസ് എല്ലാ പീസിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും നല്ല മൊത്തത്തിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ചെറിയൊരു എരിവും മധുരവും ഉള്ള രീതിയിലാണ്, പുളിയും ഒക്കെ കാണും. അപ്പോൾ ഇത് എത്രത്തോളം സ്പ്രെഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കാണും ഈ ഒരു സോസിന്. അങ്ങനെ അതും കൂടെ അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പം ചിക്കൻ പീസുകൾ പുറത്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അത് നല്ല കുക്കായിട്ട് നല്ല ആ ഒരു ഡാർക്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ചെറിയ പീസായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ പീസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒന്നുകൂടെ ടേസ്റ്റ് അതായിരിക്കും. വലിയ ലെഗ് പീസും, അതായത് മൊത്തത്തിലുള്ള ഒരു ചിക്കൻ്റെ വലിയ പീസ് ഉണ്ടാവില്ലേ, അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കാണുക. ഇത് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസിൽ ബാക്കിയുള്ളതായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ടാണ് ചെയ്തെടുത്തത്. പിന്നെ ഞാനിവിടെ റൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ സെർവ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു നൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഡിന്നർ ഈ ഒരു ലെഗ് പീസും റൊട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ. കഴിച്ചാലോ?
നിങ്ങൾക്ക് 2 റൊട്ടി. ഇത് കഴിക്കുക ആദ്യം, എന്നിട്ട് കഴിക്കാം റൊട്ടി. റൊട്ടി തണുത്തു. എന്താണ് അവസ്ഥ? ഫോൺ ഓഫ് ആക്കുക. നല്ല എരിവാ? ഏകദേശം അനക്ക് തുള്ളി ചടല്ലേ കണ്ടേ. പെരി പെരി ഭയങ്കര എരിവയ്യോ.